ഹലോ, നമ്മളിന്ന് ബിരിയാണിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈന്തപ്പഴം അച്ചാറാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. അതേപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാൽ. അപ്പോൾ ഈന്തപ്പഴം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ 250 ഗ്രാമോളം ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള സീഡ്ലെസ് ആയിട്ടുള്ള ഈന്തപ്പഴം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, നമുക്ക് കുരുവൊന്നും കളഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കേട്ടോ, ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയാണ് കേട്ടോ, അതും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 3 വലിയ പച്ചമുളകാണ്, അതും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ. നമ്മൾ സാമ്പാറിലൊക്കെ എടുക്കുന്ന വാളംപുളി, അത് നമ്മളിതാ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ജ്യൂസ് നമുക്ക് വേണം കേട്ടോ, പുളിക്കായിട്ട് നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ, ആ ജ്യൂസൊക്കെ അങ്ങ് നന്നായിട്ട് ഇറങ്ങി വരട്ടെ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട പൊടികളൊക്കെ നമ്മൾ ആ ഒരു ചേർക്കുന്ന സമയത്തും പറയാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കാമേ. ഇനി നമ്മൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്കൊരു 1/2 സ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവയും കടുവൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളിയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 4 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണേ. ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട, അപ്പോൾ പിന്നെ നന്നായിട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇതേപോലെ അങ്ങ് വഴറ്റിയെടുത്തിരുന്നാൽ മതിയാകും. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ, എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ മുളക് പൊടിക്കൊക്കെ ഞാൻ കറക്റ്റായിട്ട് അളവ് പറയുന്നില്ല, കാരണം നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ പൊടിച്ചതാണ്. പിന്നെ ചേർത്തത് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി ആ പച്ച ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ ചേർക്കാം കേട്ടോ. എരിവൊക്കെ നമ്മുടെ താല്പര്യമാണ് എത്ര വേണമെന്നുള്ളത്. ഇനി ആ പൊടികളൊക്കെ നന്നായി വഴന്ന് വരുന്നപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് എടുത്ത് വെച്ച് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ പൊടികളൊക്കെ നന്നായിട്ട് ഈന്തപ്പഴത്തിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ നമ്മുടെ കയ്യിലുള്ള തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് എരിവും അതേപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത കായത്തിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ പുളി ഉണ്ടല്ലോ, അതിൻ്റെ ആ ജ്യൂസ് ആക്കിയത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പുളിക്ക് പകരം വിനാഗിരി വേണമെങ്കിൽ ഈ സമയത്ത് വിനാഗിരി ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് വാങ്ങാം കേട്ടോ. അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എരിവിനും അതുപോലെ പുളിക്കൊന്നും പ്രത്യേകിച്ച് അളവില്ല, നമ്മുടെ താല്പര്യം അനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് ചിലപ്പം കുറച്ച് എരിവ് കൂടുതൽ വേണം, അതുപോലെ പുളി കൂടുതൽ വേണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർത്ത് കൊടുക്കാമേ. പിന്നെ കായപ്പൊടിയും അതുപോലെ ഉലുവയുടെ പൊടിയൊന്നും കൂടുതൽ ചേർക്കേണ്ട, ഈ ഒരു അളവിൽ തന്നെ ചേർത്താൽ മതി. അതൊക്കെ കൂടിപ്പോയാലും അത് നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഉലുവയുടെ പൊടിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു കയ്പ്പായിരിക്കും നമ്മുടെ അച്ചാറിന്, അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചേർക്കുക. പക്ഷേ മുളക് പൊടിയും അതുപോലെ പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ആ പുളിയൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത പുളിയൊക്കെ നല്ലതുപോലെ ഈന്തപ്പഴത്തിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ.
അപ്പോൾ ഇതൊക്കെ വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് കൂട്ടിയിട്ടിട്ടൊന്നും ചെയ്യേണ്ട. പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ, നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ പുളിയും ഉപ്പും ഒക്കെ നല്ലതുപോലെ നമ്മുടെ ഈന്തപ്പഴത്തിലേക്ക് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി, ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ചൂടുവെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ഈന്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. നല്ലതുപോലെ ഒരു കുഴമ്പ് പരുവത്തിലായി വരണം. ആ ഒരു രീതിയിൽ ആക്കിയെടുക്കണം. അപ്പോൾ അതുവരെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കുറഞ്ഞ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴമൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 സ്പൂൺ, ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ശർക്കര ഉരുക്കിയിട്ട് പാനിയാക്കി ചേർത്ത് കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ ചേർത്ത് കൊടുക്കാം. ഇനി കല്ലും മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈന്തപ്പഴ അച്ചാർ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പോ പുളിയോ അല്ലെങ്കിൽ എരിവോ ഒക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ടും അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു നോക്കിയപ്പോൾ, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഈന്തപ്പഴം ഉണ്ടല്ലോ, കുറച്ച് ഈന്തപ്പഴം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുത്ത ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ച ഈ ചെറിയ പീസാക്കിയിട്ടുള്ള ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അച്ചാർ കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നത് ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇടയ്ക്ക് അതൊന്ന് കടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതേപോലെ. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴ അച്ചാറൊക്കെ അത്യാവശ്യം നന്നായിട്ട്, അത്യാവശ്യമൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈന്തപ്പഴ അച്ചാർ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പുളി വെള്ളത്തിന് പകരം നമുക്ക് വിനാഗിരി ചേർക്കണം. വിനാഗിരിയോ സുർക്ക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിങ്ങനെ ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാമേ. അപ്പം നമ്മുടെ ഈന്തപ്പഴ അച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടിയൊക്കെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറക്റ്റ് പരുവത്തിലുള്ള ഈന്തപ്പഴ അച്ചാർ റെഡിയായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള അച്ചാർ നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അത് ബിരിയാണിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, വെറുതെ ആണെങ്കിലും കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം ഒരു ചില്ല് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ മതിയാവും. പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് നനവുള്ള സ്പൂണൊന്നും ഇട്ട് എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ പുറത്തെടുത്ത് വെക്കുന്ന സമയത്താണെങ്കിലും തുറന്ന് വെക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അച്ചാർ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്